പ്രിയപ്പെട്ടവർ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം CP ഷാജിയാണ്. ഒത്തിരി വീഡിയോകൾ, ഒത്തിരി വിനോദ കാഴ്ചകൾ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ അവതരിപ്പിച്ചു. ഇന്ന് വളരെ വ്യത്യസ്തമായൊരു വിഷയം, പായലുകൾ. നമ്മൾ പായലുകൾക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട്, ഒത്തിരി മൂല്യങ്ങളുണ്ട്. ആ പായലുകളെ സംരക്ഷിക്കുകയും പായലുകളെ വ്യാവസായികപരമായി വിൽക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു അധ്യാപകൻ്റെ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. അത് മറ്റെങ്ങുമല്ല, ആലപ്പുഴ ജില്ലയിലെ കഞ്ഞുക്കുഴി ഗ്രാമപഞ്ചായത്ത്, ഒന്ന് കൃത്യമായി പറഞ്ഞാൽ കഞ്ഞുക്കുഴി മുഹമ്മ റൂട്ടിൽ പാപ്പൽ ക്ഷേത്രത്തിന് സമീപമുള്ള സേവിച്ച സാർ. ഞാൻ ആ പായലുകളുടെ ഗുണങ്ങളെക്കുറിച്ച് സാർ തന്നെ ക്ലിയറായിട്ട് പറയും. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. നിങ്ങൾ ഈ വീഡിയോ ആദ്യ അവസാനം കാണണം. കാരണം അത്ര മനോഹരമായ അല്ലെങ്കിൽ അറിവിൻ്റെ ഒരു നിറകുംഭം തന്നെയാണ് സാർ നമ്മളോട് പറയുന്നത്. കേൾക്കുക, കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ പേര് സേവിച്ചൻ. ഞാൻ കോഴിക്കോട് ദേവഗിരി കോളേജിൽ നിന്ന് ബോട്ടണി അധ്യാപകനായി റിട്ടയർ ചെയ്ത ഒരാളാണ്. എൻ്റെ ഗവേഷണം മുഴുവൻ അസോളയിലും ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷനിലുമായിരുന്നു. അത് റിട്ടയർ ചെയ്തതിന് ശേഷം അസോള ഉപയോഗിച്ചൊരു വളം ഉണ്ടാക്കാമെന്നുള്ള രീതിയിൽ ഞാൻ ഇറങ്ങിപ്പുറപ്പെട്ട്, അപ്പോൾ അതിനുവേണ്ടി ചകിരിച്ചോറ് വേണം, അതിനുവേണ്ടി തുണ്ടുകല്ലുന്ന യൂണിറ്റ് ഇട്ട് അസോള വളർത്തി, പിന്നെ മീൻ വേസ്റ്റ് കളക്ട് ചെയ്ത് ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു പുതിയ രീതിയിലുള്ള അസോള പ്ലസ് എന്നുള്ള ജൈവവളം ഉപയോഗിച്ച് പല സാധനവും ഉണ്ടാക്കുന്നുണ്ട്. വെർമി കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള സീഡ് പോട്ട് ഉണ്ടാക്കുന്നുണ്ട്, കോക്കോ പോഡ് ഉണ്ടാക്കുന്നുണ്ട്, കോക്കോ പെറ്റ് ലോൺ ഉണ്ടാക്കുന്നുണ്ട്. പലതരത്തിലുള്ള വളം നമ്മളത് ഉപയോഗിച്ചുണ്ടാക്കിയാണ്. അവിടെ ഇത് മുഹമ്മയിലാണ്, ചേർത്തല താലൂക്കിൽ മുഹമ്മയിലാണ്. എൻ്റെ സ്വന്തം നാട് ഇവിടെയാണ്. ശരിക്കും വർക്ക് ചെയ്തത് കോഴിക്കോട് ദേവഗിരി കോളേജിൽ, ദേവഗിരി സെൻറ്റ് ജോസഫ്സ് കോളേജിലായിരുന്നു. ഈ പഠനത്തിൽ നിന്ന് കിട്ടിയ ഇതുകൊണ്ടാണ് നമ്മൾ ഗവേഷണം ചെയ്തത് അസോളയിലായതുകൊണ്ട് അത് ഇത്രയും നല്ലൊരു സാധനം ഒരു വളമാക്കി മാറ്റുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അത് പല കാര്യത്തിനും ഉപയോഗിക്കാം. കാറ്റിൽ ഫീഡായിട്ട് ഉപയോഗിക്കാം, ഫിഷ് ഫീഡായിട്ട് ഉപയോഗിക്കാം, മനുഷ്യന് പോലും തീറ്റയായിട്ട് ഉപയോഗിക്കാം. പിന്നെ നല്ല ബയോ ഫെർട്ടിലൈസറാണ്. പിന്നെ ഇത് വീറ്റ് കൺട്രോളറാണ്, മൊസ്കിറ്റോ ഫാനാണ്. ഒരുപാട് ഗുണമുണ്ട് അസോള. ഇതിനേക്കാൾക്ക് ഉപരി അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡാണ് ഇത് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒപ്പം അന്തരീക്ഷത്തിലെ നൈട്രജനും ഫിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ രാസവളം 1 കിലോ രാസവളം ഉണ്ടാക്കുമ്പോഴേക്കും 2 കിലോ കാർബൺ ഡൈ ഓക്സൈഡാണ് അന്തരീക്ഷത്തിലേക്ക് പോകുന്നത്. പിന്നെ ആ രാസവളം ഇവിടെ എത്തിച്ച് നമ്മുടെ മണ്ണിലിട്ട് കഴിയുമ്പോഴേക്കും അവിടുന്ന് ഇവിടം വരെ കൊണ്ടുവരുമ്പോഴേക്കും വീണ്ടും ഇന്ധനം കത്തിച്ച് വേണം ഇവിടെ കൊണ്ടുവരാനായിട്ട്. പിന്നെ പറമ്പിലിട്ട് കഴിഞ്ഞാൽ മണ്ണിൻ്റെ ടെക്സ്ചറിന് മാറ്റം വരുന്ന, മണ്ണിൻ്റെ pH-ന് മാറ്റം വരുത്തുന്ന, മണ്ണിലെ ചില മൈക്രോബ്സിന് ദോഷം ഉണ്ടാക്കുന്നുണ്ട്. കാരണം പല മണ്ണിൻ്റെ ക്വാളിറ്റിക്ക് തന്നെ മാറ്റം വരുന്നുണ്ട്. നമ്മൾ ചെടിയുടെ വളർച്ചയെക്കുറിച്ച് മാത്രമേ നമ്മളെപ്പോഴും ചിന്തിക്കുന്നുള്ളൂ. ഒന്ന് പെട്ടെന്ന് തഴച്ച് വളരണം എന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ് നമ്മളിതുപോലെ നൈട്രജൻ ഫെർട്ടിലൈസർ കൂടുതലിടുന്നത്. പക്ഷേ ശരിയാണ്, നൈട്രജൻ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഈൽഡ് കിട്ടുന്നുണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് ഒരു പരിധി വരെ വേണേൽ രാസവളത്തെ കുറച്ചുകൊണ്ട് നമ്മൾ ഇതുപോലുള്ളതും കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് രാസവളത്തിൻ്റെ അമിത ഉപയോഗം നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓരോ പറമ്പിലും നമ്മളൊരു 5% വീതം ഓരോ വർഷം രാസവളം കുറച്ചിട്ട് അത്രയും ജൈവവളം കൊടുത്ത് അങ്ങനെ ഗ്രാജുവലായിട്ട് നമ്മുടെ മണ്ണിനെ ഹെൽത്തി ആക്കി മാറ്റുക. മനുഷ്യൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് ഭക്ഷണത്തിൽ നിന്നാണ്. നല്ല ഭക്ഷണം ഉണ്ടാകണമെങ്കിൽ നല്ല മണ്ണിൽ നിന്നേ ഉണ്ടാകുള്ളൂ. അപ്പോൾ നല്ല മണ്ണിൽ നിന്ന് നല്ല ഭക്ഷണം കിട്ടുള്ളൂ. അങ്ങനെയാകുമ്പോഴേ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല മനുഷ്യനുമായി തീരും. ഓർഗാനിക്കായിട്ടുള്ളതും നമ്മൾ വിഷമില്ലാത്ത ഭക്ഷണം നമ്മൾ കഴിക്കുക. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ജൈവവളം ഉണ്ടാക്കി ഇതുപോലുള്ള അസോള വളർത്തുക. മനസ്സിലായി ചെയ്തത് CSIR ഫെലോഷിപ്പിലാണ്. അപ്പോൾ ഞാൻ കൊടുത്ത ടോപ്പിക്ക് ഇതായിരുന്നു, അസോള ആയിരുന്നു ഉപയോഗിക്കാൻ. അസോള കേരളത്തിലെ അസോള വളർത്തുകയാണെങ്കിൽ നെൽകൃഷിക്ക് എന്തുമാത്രം ഗുണമുണ്ടാകും എന്നുള്ളതിനെക്കുറിച്ചുള്ള പഠിത്തം ഞാൻ കാർഷിക സർവകലാശാലയായിട്ട് ചേർന്നായിരുന്നു ആ ഗവേഷണം നടത്തിയത്. അതിനുശേഷം റിട്ടയർ ചെയ്യുന്നവർ അസോളയിൽ പല പ്രോജക്റ്റുകൾ ചെയ്തു. ഇപ്പോൾ റിട്ടയർ ചെയ്തതിന് ശേഷവും നമ്മൾ അസോളയിൽ തന്നെ തുടരുന്നു ഇപ്പോഴും. കാരണം ജൈവകൃഷി ആൾക്കാർ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയുള്ള ഭക്ഷണം ജൈവകൃഷി തന്നെ ചെയ്ത് ഉണ്ടാക്കണം. അതിനുവേണ്ടി അവൻ നമ്മുടെ വളം തന്നെ മേടിക്കണമെന്നില്ല. അവൻ്റെ പറമ്പിൽ തന്നെ വേണമെങ്കിൽ അസോള വളർത്തി അവൻ ഉപയോഗിക്കാം. അവനാവശ്യമുള്ള വളം അവൻ്റെ പറമ്പിൽ തന്നെ അവൻ ഉണ്ടാക്കാം. അപ്പം നമ്മൾ കുറച്ച് സ്ഥലം മതി. അസോള 2-3 ദിവസം കൊണ്ടിട്ട് അസോള ഡബിളാവും. ഏഷ്യൻ അസോള എന്ന് പറയുന്നതാണ് അപ്പുറത്ത് കാണുന്നത്. അസോള പിന്നേറ്റ ഇതിൻ്റെ അമേരിക്കൻ സ്പീഷീസാണ്. ഇത് അസോള മൈക്രോഫില്ല എന്ന് പറയും. ഇതാണ് നമുക്ക് നമ്മുടെ കോഴിക്കും പശുവിനും താറാവിനും മീനിനും ഒക്കെ ഏറ്റവും ഇഷ്ടമുള്ള ഇനം ഈ സ്പീഷീസാണ്. പേര് തീരെ കുറവാണ് ഇതിന് ഗ്രീനാണ് ഏറ്റവും കൂടുതൽ. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. മറ്റേതിനാണെങ്കിൽ കൂടുതൽ വേരുണ്ട്. ഈ സ്പീഷീസ് നല്ല ഇനമാണ്. ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഇതിനകത്ത് അസോളയിൽ പ്രോട്ടീൻ ധാരാളമുണ്ട്. ഈ പ്രോട്ടീന് വേണ്ടിയുള്ള നൈട്രജൻ
അന്തരീക്ഷത്തിലെ നൈട്രജനാണ് ഇത് പിടിക്കുന്നത്. സാധാരണ നമ്മൾ വളത്തിന് വേണ്ടി നൈട്രജൻ്റെ യൂറിയ വളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. യൂറിയ ഉണ്ടാക്കുന്നത് പെട്രോളിയം കത്തിച്ചിട്ടാണ്. 1 കിലോ യൂറിയ വളം ഉണ്ടാക്കുമ്പോഴേക്കും 2 കിലോ കാർബൺ ഡയോക്സൈഡാണ് നമ്മുടെ വായുവിലേക്ക് അന്തരീക്ഷത്തിലേക്ക് പോകും. പ്രശ്നങ്ങൾ കൂടുതൽ കുഴപ്പം ഉണ്ടാക്കാതിരിക്കാനായിട്ട് നമ്മളിങ്ങനെയുള്ള വളത്തെ ആശ്രയിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും നൈട്രജൻ വളം അവിടെ ഉണ്ടാക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റും. സ്റ്റേജിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് അന്തരീക്ഷത്തിലേക്ക് വരുന്നത് കുറയ്ക്കാനായിട്ട് നമ്മൾ ഇതുപോലുള്ള സാധനം നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാക്കണം. മനസ്സിലായി? അവനവൻ ആവശ്യത്തിനുള്ള വളം അവനവൻ്റെ പറമ്പിൽ തന്നെ ഉണ്ടാക്കാം. അതെ, രാസവളം മേടിക്കാൻ പോകേണ്ട ആവശ്യം ഇത് തന്നെ വാരി ഇട്ടാൽ മതി. ഈ രാസവളത്തിലുള്ള സംഭവങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. എല്ലാം ഉണ്ട്. രാസവളത്തിലുള്ള നമ്മൾ മറ്റേ നൈട്രജനാണ് മെയിനായിട്ടുള്ള രാസവളം എന്ന് പറയുന്നത് നൈട്രജനാണ്. ആ നൈട്രജൻ ഉണ്ടാക്കുന്നത് വലിയ വലിയ ഫാക്ടറികളിൽ പെട്രോളിയം കത്തിച്ച് ഭയങ്കര ടെമ്പറേച്ചറിലും ഭയങ്കര പ്രഷറിലുമാണ് ഉണ്ടാക്കുന്നത്. ഇത് നോർമൽ ടെമ്പറേച്ചറിലും നോർമൽ പ്രഷറിലും ഈ സാനോബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വളരുന്ന ജീവികൾ അന്തരീക്ഷത്തിലെ നൈട്രജൻ പിടിച്ചിരിക്കുക. നമ്മൾ കൊട്ടംപായലെന്നാണ് ഇവിടെ നമ്മുടെ നാട്ടുകാർ ഇതിനെ പറയുന്നത്. ഇത് ഡക്ക് വീഡ് എന്നാണ് അറിയപ്പെടുന്നത്. താറാവിൻ്റെ പറ്റുള്ള ഒരു കള. ഇത് നമ്മുടെ വെള്ളത്തിൽ നമ്മുടെ ഇവിടെങ്ങളിലുള്ള വെള്ളത്തിലൊക്കെ വളരുന്ന ഒരു വേറെ തരം പായലാണ്. ഇതിൻ്റെ പേര് ലെമ്ന എന്നാണ്. അപ്പം നമുക്കൊക്കെ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ആനിമൽ പ്രോട്ടീനെയാണ് നമ്മൾ കൂടുതൽ ആശ്രയിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു ട്രെൻഡുണ്ട്, ആനിമൽ പ്രോട്ടീൻ നല്ലതല്ല, പ്ലാന്റ് പ്രോട്ടീനാണ് നല്ലത്. കാര്യം പ്ലാന്റ് പ്രോട്ടീൻ ഇതിൽ നിന്ന് ഇപ്പോൾ എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ അതിൻ്റെ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതേതാ സാറേ? ഇത് ഈ അസോള പിന്നേറ്റ എന്ന് പറയും. ഇതാണ് ഏഷ്യയിൽ ആകപ്പാട് ഈ ഒരു സ്പീഷീസ് മാത്രമേ ഉള്ളൂ. നമ്മുടെ തനതായ സ്പീഷീസാണിത്, അസോള പിന്നേറ്റ എന്ന് പറയും. മനസ്സിലായോ? ഇതും നല്ലതാണ്, പക്ഷേ മറ്റതാണ് കൂടുതൽ. ഇത് നമ്മുടെ സാധനം. ഇതാണ് ഏഷ്യൻ, നമ്മുടെ ഇന്ത്യൻ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ അസോള പിന്നേറ്റയാണ്. ഇതിൻ്റെ കോമൺ പേരെന്ന് പറഞ്ഞാൽ മൊസ്കിറ്റോ ഫേൺ എന്നാണ്. മൊസ്കിറ്റോ ഫേൺ എന്ന് പറയാൻ കാരണം ഈ വെള്ളത്തിൽ അസോള വളരുന്നിടത്ത് മൊസ്കിറ്റോ വളരത്തില്ല. കാരണം അസോള വളരുന്നതുകൊണ്ട് വെള്ളത്തിന് മുകളിലൊരു പാങ്ങ വിരിച്ചതുപോലെ നിൽക്കുകയാണ്. ആരും മൊസ്കിറ്റോയുടെ ലാർവയ്ക്ക് മേലോട്ട് പൊങ്ങി വരാൻ പറ്റത്തില്ല ഉണ്ടെങ്കിൽ. ആരും മൊസ്കിറ്റോയെ കൺട്രോൾ ചെയ്യുന്ന പ്ലാന്റ് ആയതുകൊണ്ടാണ് ഇതിന് മൊസ്കിറ്റോ ഫേൺ എന്ന് പറയുന്നത്. ഇത് സസ്യവർഗ്ഗങ്ങളിൽ ഫേൺ എന്ന് പറഞ്ഞൊരു വർഗ്ഗമുണ്ട്. ആ ഫേൺസിൽ പെടുന്ന വാട്ടർ ഫേൺ ആണിത്. ഈ ഫേണിന് മൊസ്കിറ്റോ ഫേൺ എന്നാണ് ഇത് കോമൺ ആയിട്ട് നമ്മൾ പറയുന്നത്. വളർത്തുകയാണെങ്കിൽ ഒരു ഗുണമല്ല. ഇത് ഞാറിനടയ്ക്ക് ഇത് വളരും, കള അടിയിൽ മേലോട്ട് പൊങ്ങി വരത്തില്ല. മറ്റേ നമുക്ക് വേറെ ഒരുപാട് കളകൾ പാടത്തുണ്ടാവും. അങ്ങനെ അസോള വളർത്തുകയാണെങ്കിൽ ഞാറിനടയ്ക്കുന്ന വേറെ കളകൾ മേലോട്ട് പൊങ്ങി വരാൻ അനുവദിക്കത്തില്ല. കാരണം വീഡ്സിനെ സപ്രസ് ചെയ്യുന്ന ഒരെണ്ണം കൂടിയാണ് അസോള. കാരണം അസോള പ്ലാന്റാണ്, മൊസ്കിറ്റോ പ്രോട്ടീനാണ്, വീഡ് സപ്രസറാണ്, മൊസ്കിറ്റോ കൺട്രോളിംഗ് ആണ്. പിന്നെ ഇതിൽ നിന്ന് ബയോഡീസലോ ബയോഗ്യാസോ എല്ലാം നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ ചെയ്യാം. ഇപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്പല്ലി പരലുമുള്ള ധാരാളം നാട്ടിലെ കുളത്തിലെ മീനും പയലിലുള്ള മീനുകളൊക്കെ ധാരാളം വളരുമായിരുന്നു ഈ അസോള തിന്ന. അതെ, പക്ഷെ ഇന്നിപ്പം ഇതും പോയി അതും പോയി എല്ലാം. അതെ. സേവിച്ചൻ സാറിൻ്റെ കഥകൾ തീരുന്നില്ല. കൃഷിയിൽ നൂതനമായ ചിന്തകൾ ഉണർത്തിയെടുക്കുന്ന സേവിച്ചൻ സാറിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടി അടുത്ത വീഡിയോയിൽ ഞാൻ കാണണം, കണ്ടുകൊണ്ടേയിരിക്കും.